ആരെങ്കിലും ഇതിനെപ്പറ്റി ആലോചിച്ചോ എന്ന് എനിക്കറിയില്ല. നമ്മളിപ്പം എല്ലാവരും സോഷ്യൽ മീഡിയ വഴി, എസ്പെഷ്യലി ഫേസ്ബുക്ക് വഴിയൊക്കെ പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ. ഫേസ്ബുക്കിന്റെ കോണ്ടന്റ് മോണിറ്റൈസേഷൻ പ്രോഗ്രാം വഴിയൊക്കെ പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പൊളിറ്റീഷ്യൻസിന്റെ അക്കൗണ്ട്സ് ഉണ്ടല്ലോ, എക്സാമ്പിൾ പിണറായി വിജയൻ, വി.ഡി. സതീശൻ, ഹൂവർ, രാജീവ് ചന്ദ്രശേഖർ, ഞാൻ 3 പാർട്ടിക്കാരെ വെച്ച് പറഞ്ഞു. ഓക്കെ, എല്ലാവർക്കും ചില മില്യൺസ് ഫോളോവേഴ്സ് ഉണ്ട്, നല്ല റീച്ച് ഉണ്ട്, നല്ല എൻഗേജ്മെന്റ് ഉണ്ട്. ഇവർക്കൊക്കെ ഇതുവഴി വരുന്ന കോണ്ടന്റ് മോണിറ്റൈസേഷൻ വഴി വരുന്ന പൈസ ഇവർ എന്താ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കും. ആർക്കും അറിയാമെങ്കിൽ പറഞ്ഞു തരണം. ഇത് നല്ല പൈസ വരുന്നുണ്ട്. ഇതിവർ പാർട്ടിക്ക് വേണ്ടി യൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഗവൺമെന്റിന് വേണ്ടി കൊടുക്കുകയാണോ, എന്താണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആൾക്കാർക്ക്? കാരണം ചില ആൾക്കാർ അത് മില്യൺ ഫോളോവേഴ്സും എൻഗേജ്മെന്റ് റേറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിഭയാനകമാണ്. അപ്പൊ ഈ വരുന്ന ഫണ്ട് ഇവരെന്താ ചെയ്യുന്നത്? ഇത് അവരെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണോ വരുന്നത്, അല്ല എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ശരിക്കും ആ പൈസ മതി അവർക്ക് സുലഭമായിട്ട് ജീവിക്കാൻ, അല്ലേ? സോ ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ എന്തെങ്കിലും കമന്റ് ചെയ്ത് നമുക്ക് നോക്കാം എന്താണ് അവർ ചെയ്യുന്നത്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നോക്കാം. അത് ശരിക്കും ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്, അല്ലേ? എല്ലാവരും ആക്റ്റീവ് ആണ് സോഷ്യൽ മീഡിയ, എല്ലാവർക്കും മോണിറ്റൈസേഷൻ എനാബിളും ആയിരിക്കും. ഈ പൈസ എന്ത് ചെയ്യുന്നുണ്ട് അവര്? കമന്റ് ചെയ്താൽ നമുക്ക് നോക്കാം.